നമസ്കാരം. പ്രധാന വാർത്തകൾ. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന്റെ മൂന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മഹാരാഷ്ട്രയിലെ പൽഗാർ ജില്ലയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ മാർഗം ഉദ്ഘാടനം ചെയ്തു. മുകേഷിന്റെ രാജി വിഷയത്തിൽ ആനി രാജിയെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ CPI നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. എന്നാൽ CPIയെയും CPMനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കേണ്ടെന്നും ബിനോയ് വിശ്വം. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സീരിയലായി കുടുംബശ്രീ ശാരദയെയും നടനായി പ്രതിനെയും നടിയായി ഐശ്വര്യ രാംസായിയെയും തിരഞ്ഞെടുത്തു. ടെലിവിഷൻ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 അവാർഡുകൾ. അരൂരിൽ വാഹനാപകടം. അരൂർ ക്ഷേത്രം കവലയിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മധ്യവയസ്കയ്ക്ക് ദാരുണാന്ത്യം. എഴുപുന്ന അർച്ചന ഭവനിൽ മല്ലികയാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. വിശദമായ വാർത്തയിലേക്ക്. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന്റെ മൂന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. माझ्या सर्व लाडक्या बहिणी आणि लाडक्या भावांना तुमच्या या सेवकाचा नमस्कार. സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രാദേശിക തല യോഗത്തിൽ മന്ത്രി P. പ്രസാദ് മുഖ്യാതിഥിയായി. മത്സ്യത്തൊഴിലാളികൾ എന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ഒരു വിഭാഗമാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടൊരു ജീവസന്ധാരണത്തിനായി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്ന് വലിയ പ്രതിസന്ധികളെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഏറ്റവും വലിയ ദുരന്തങ്ങളെ നേരിടുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ്. കടൽ കരുതുള്ളുന്നത് എപ്പോഴാണെന്ന് അറിയാൻ വയ്യാത്ത തരത്തിൽ വല്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ധരിച്ചുവെങ്കിൽ ഓഖി നമ്മുടെ എല്ലാവരുടെയും ധാരണകളെ മാറ്റിത്തീർത്തു. ഇന്നും തീരത്തിൻ്റെ കണ്ണുനീര് ഉണങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം. വലിയ പ്രയാസങ്ങളുണ്ടാകും എന്ന് ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭ തന്നെ മുൻകൈയെടുത്ത് രൂപീകരിച്ചിരിക്കുന്ന ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന സംവിധാനമുണ്ട്. ഹാർബറിന്റെ 30% പ്രവൃത്തികൾ ഇതിനോടകം തന്നെ 2 ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ചു. ഹാർബറിന്റെ മൂന്നാം ഘട്ട നിർമ്മാണങ്ങൾക്കായി 100% തിരിച്ചടവുള്ള ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 150.73 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായിട്ടുണ്ട്. ചടങ്ങിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമൂൾ സാംസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമൂൾ ഫ്രാൻസിസ്, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാണി ജോർജ്, ചേർത്തല തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി വില്യം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മുകേഷിന്റെ രാജി വിഷയത്തിൽ ആനി രാജിയെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPMനെയും CPIയെയും തമ്മിൽ തെറ്റിക്കാൻ ആരും നോക്കേണ്ടെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു. CPI നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. CPIയുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. CPMനെയും CPIയെയും തമ്മിൽ തെറ്റിക്കാൻ ആരും നോക്കേണ്ട. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ CPIയിൽ ആശയക്കുഴപ്പമില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ദേശീയ സംഘടനാ തലത്തിൽ 2 കാഴ്ചപ്പാട് CPIക്കില്ല. കേരളത്തിലെ CPI നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. ഇതെല്ലാം പാർട്ടിക്ക് അകത്തുള്ള അടിസ്ഥാന പാഠങ്ങളാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ അറിയേണ്ട കാര്യം, ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാടുള്ള പാർട്ടിയാണ് CPI. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് LDF. ഇടതുപക്ഷം എന്നാൽ അതൊരു വെറും വാക്കല്ല. ആ ഇടതുപക്ഷത്തിന് എല്ലാത്തരം സാമൂഹിക പ്രശ്നങ്ങളിലും ആശയ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്. അത് LDFനുണ്ട്. ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും കാഴ്ചപ്പാടിനെയും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് CPI. CPM. അതുകൊണ്ട് തന്നെ ഒരു CPM വഴക്ക് തർക്കമെന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. CPIയും CPMും ഇടതുപക്ഷ മൂല്യങ്ങളും മുഖപ്പിടിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും. എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കും. നിങ്ങൾ ഉത്കണ്ഠപ്പെടും പോലെ ഒരു CPM തർക്കമില്ല. പിന്നെ CPIയിൽ അത് വേറൊരു വിനോദമാണ്. CPIയിൽ ഒരു തർക്കം, അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPIക്ക് നേതൃത്വമുണ്ട്. നിങ്ങൾക്ക് പറയും. മുകേഷിന്റെ രാജി സംബന്ധിച്ച് CPIയുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് CPMും CPIയും. CPMും CPIയും തമ്മിൽ തർക്കം ഉണ്ടാകുമെന്ന വ്യാമോഹം വേണ്ട. ഇടതുമുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമില്ല. CPMനെയും CPIയെയും തമ്മിൽ തെറ്റിക്കാൻ ആരും നോക്കേണ്ടെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു.
രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സീരിയലായി കുടുംബശ്രീ ശാരദയെയും നടനായി പ്രഭിനെയും നടിയായി ഐശ്വര്യ രാംസായിയെയും തെരഞ്ഞെടുത്തു. കൊച്ചി കലൂർ IMA ഹാളിൽ നടന്ന ചടങ്ങിൽ ടെലിവിഷൻ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിൽ നിന്നായി 16 അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള വിഷന്റെ രണ്ടാമത് ടെലിവിഷൻ അവാർഡ് വിതരണം ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി തൃശ്ശൂർ ഹയാത്ത് റീജൻസിയിൽ വെച്ച് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ 1-ാം പതിപ്പിൽ വളരെ ഗംഭീരമായി നമുക്ക് പുരസ്കാര വിതരണം സംഘടിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. ഇത്തവണ നമ്മൾ അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ 2-ാം പതിപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മൾ അവാർഡ് വിതരണം ചെയ്യുന്നതും അത് തിരഞ്ഞെടുക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു. മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ ചാനലുകൾക്കും അവാർഡ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ മുഖം നോക്കിയോ അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് നോക്കിയോ അല്ല നമ്മളിവിടെ അവാർഡ് നിർണയിച്ചിരിക്കുന്നത്. തീർത്തും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന 16 അവാർഡുകളും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ച 4 പേരുടെ പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും മികച്ച നടനായി പ്രഭിൻ, സി കേരളം, കുടുംബശ്രീ ശാരദ. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകിവരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബീൻ അർഹനായി. ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത കുടുംബശ്രീ ശാരദയും, മികച്ച ജനപ്രീതിക്കുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി. ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് അവതരിപ്പിച്ച ലക്ഷ്മി നക്ഷത്രയാണ് മികച്ച അവതാരക. ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലൂടെ മഞ്ജു ധർമ്മൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മികച്ച ജനപ്രീതിക്കുള്ള നടൻ സാജൻ സൂര്യയാണ്. ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന പരമ്പരയിലെ അഭിനയമാണ് സാജൻ സൂര്യയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. സൂര്യ ടിവിയിലെ കളിവീട് പരമ്പരയിലെ അഭിനയത്തിന് റബേക് സന്തോഷ് മികച്ച ജനപ്രീതിയുള്ള നടനായി. പ്രതിനായക വേഷത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം ജിഷിൻ മോഹനാണ്. മഴവിൽ മനോരമയിലെ മണിമുത്ത്, സൂര്യ ടിവിയിലെ കന്യാദാനം എന്നീ പരമ്പരകളിലെ അഭിനയമാണ് ജിഷിൻ മോഹനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പ്രതിനായിക വേഷത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ആൻ മാത്യുവിനാണ്. സി കേരളത്തിലെ ശ്യാമാംബരം പരമ്പരയിലെ വേഷമാണ് ആൻ മാത്യുവിനെ അവാർഡിന് അർഹയാക്കിയത്. ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകലയാണ്. കൗമുദി TV സംപ്രേഷണം ചെയ്ത അളിയൻസിലെ വേഷമാണ് റിയാസ് നർമ്മകലയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഹാസ്യവേഷത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് മഴവിൽ മനോരമയിലെ മറിമായത്തിലെ വേഷം ഹാസ്യാത്മകമാക്കിയ സ്നേഹ ശ്രീകുമാറാണ്. സി കേരളം സംപ്രേഷണം ചെയ്ത ശ്യാമാംബരം പരമ്പരയിലെ അഭിനയത്തിലൂടെയാണ് ആനന്ദ് നാരായണൻ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് നേടിയത്. ഇതേ വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യ ടിവിയിലെ കനൽപ്പൂവിലെ അഭിനയത്തിന് ചിലങ്കയാണ്. ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയ്ക്കുള്ള അവാർഡ് നേടിയത് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് വിജയി ജിൻഡോയാണ്. മികച്ച ജനപ്രിയ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മഴവിൽ മനോരമയിലെ സ്വയംവരം പരമ്പരയിലെ അമലയ്ക്കാണ്. കേരള വിഷൻ ചാനൽ ചെയർമാൻ PSCB സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KCCL MD സുരേഷ് കുമാർ, COA സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, രാജ്മോഹൻ, കേരള വിഷൻ ഡയറക്ടർ ബോർഡംഗങ്ങളായ PS രജനീഷ്, ഷുക്കൂർ കോളിക്കര, സുധീഷ് പട്ടണം, സുബ്രഹ്മണ്യൻ, COA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബുബക്കർ സിദ്ദിഖ്, KV രാജൻ, ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത അരൂർ ക്ഷേത്രത്തിന് സമീപം വാഹനാപകടം. സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. എഴുപുന്ന അർച്ചന ഭവനിൽ മല്ലിക അജയനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ അരൂർ ക്ഷേത്രം കവലയിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്ക് ഭാഗത്തേക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വൈറ്റില ഭാഗത്തേക്ക് അമിത വേഗത്തിൽ പോവുകയായിരുന്ന തിരുവാതിര എന്ന സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ടാണ് അപകടം സംഭവിച്ചത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം. ദേശീയപാത ചന്ദരൂരിൽ അപകട പരമ്പര. ഒരേ ദിവസം തന്നെ നിരവധി അപകടങ്ങളാണ് അവിടെ നടക്കുന്നത്.
ചന്ദിരൂർ ജംഗ്ഷനിലാണ് അപകട പരമ്പര അരങ്ങേറുന്നത്. തലനാരിഴയ്ക്കാണ് അപകടത്തിൽപ്പെടുന്ന ഇരുചക്രവാഹനക്കാർ രക്ഷപ്പെടുന്നതും. യാത്രികർക്ക് ചെറിയ പരിക്കുകളുമുണ്ട്. ടൈലുകൾ വിരിച്ച റോഡും പഴയ റോഡും തമ്മിലുള്ള ഉയര വ്യത്യാസമാണ് ഇതിന് കാരണം. ഈ നില തുടർന്നാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായേക്കും. അധികൃതർ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. KCB പെൻഷനേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ചേർന്നു. ശക്തി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിൽ മികച്ച ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുമ്പോഴും വില്ലനാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്ന് മന്ത്രി ആരോപിച്ചു. KCB പെൻഷൻ ബാധ്യത 37,759 കോടി സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ശക്തിപ്പെടുത്തുന്ന സമ്മേളനമായി ആലപ്പുഴ സമ്മേളനം മാറണം എന്നാണ് എനിക്കൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാം അഭ്യർത്ഥിക്കുവാൻ. ഈ വ്യവസായത്തിന്റെ സ്ഥിതിഗതിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക, നമ്മുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുക, ഈ കാഴ്ചപ്പാട് അതിനകത്ത് ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കാൻ പെൻഷൻകാരെന്നുള്ളതിൽ നിങ്ങൾക്കും കഴിയുന്നവരാണ്. പെൻഷൻകാരെന്നുള്ള നിലയിൽ നമ്മളുടെ പെൻഷൻ വർധനവിനോ പ്രസിഡന്റ് N. വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി P. ബാലകൃഷ്ണപിള്ള, KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU വൈസ് പ്രസിഡന്റ് ദീപ K. രാജൻ, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC ജനറൽ സെക്രട്ടറി സിബിക്കുട്ടി ഫ്രാൻസിസ്, കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് AITUC ജനറൽ സെക്രട്ടറി AM ഷിറാസ്, S. രാജേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. തലയോലപ്പറമ്പ് വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈക്കം നിയോജക മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നു. KPCC വൈക്കം പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കോൺഗ്രസ് ശക്തിപ്പെടണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. ശ്രീ രാഹുൽ ഗാന്ധി കടന്നുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ അതിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എത്ര പാഷനേറ്റായിട്ടാണ്, എത്ര ആവേശത്തോടു കൂടിയാണ് ഈ തരത്തിൽ നടത്തിയത് എന്നുള്ളത് കാണുന്നു. കാരണം ഇന്ത്യക്ക് ജനാധിപത്യം എന്ന് പറയുന്ന വിശേഷണം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ തരത്തിൽ. ഇന്ത്യ ഈസ് നോ ലോnger a democracy. It just തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് തലയോലപ്പറമ്പ് വൈക്കം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈക്കത്ത് നടന്ന വൈക്കം നിയോജകമണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PD ഉണ്ണി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ്, MK ഷിബു, NM താഹ, മോഹൻ D ബാബു, അഡ്വക്കേറ്റ് A സനീഷ് കുമാർ, PV പ്രസാദ്, അബ്ദുൽ സലാം റാവുത്തർ, ജയ് ജോൺ പേരയിൽ, B അനിൽകുമാർ, PK ദിനേശൻ, അക്കരപ്പാടം ശശി, PP സിബിച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. INTUC ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തി. തൊഴിൽ ദിനങ്ങളുടെ എണ്ണം പ്രതിവർഷം 200 വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കർഷക തൊഴിലാളികളുടെ മിനിമം കൂലിയായ 699 രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൂലിയായി നൽകുക, തൊഴിലുറപ്പ് തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, ജോലിസ്ഥലത്തെ അപകടങ്ങൾക്ക് 1923 വർക്ക്മെൻ കോമ്പൻസേഷൻ നിയമം ബാധകമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ INTUC സംസ്ഥാന സെക്രട്ടറി അസീസ് പായിക്കാട് ഉദ്ഘാടനം ചെയ്തു. ആളുകൾ ആ തൊഴിലിന്റെ മാന്യത വിളിച്ചുകൊണ്ട് ഈ സമരത്തിനായി മുമ്പോട്ട് വന്നിരിക്കുന്നു. ഇത് നിലവിലുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കാൻ കൂട്ടുനിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെയും കണ്ണുറപ്പിക്കാൻ കഴിയണം. നമുക്കറിയാം 2004 നമ്മുടെ മാനിഫെസ്റ്റോയിൽ, തെരഞ്ഞെടുപ്പ് പ്രകടന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി 2005 നടപ്പാക്കിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ബൃഹത്തായ പദ്ധതി
ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ലോക രാജ്യങ്ങളിൽ നേതാക്കന്മാരുണ്ട്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രമുഖരായ എല്ലാവരും ചോദിച്ചത് എങ്ങനെ നടക്കുമെന്ന്. പക്ഷേ ഇച്ഛാശക്തിയുള്ള മൻമോഹൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ശ്രീമതി സോണിയാഗാന്ധി പ്രസിഡന്റായിട്ടുള്ള UPA സംവിധാനത്തിലൂടെ നടപ്പാക്കിയപ്പോൾ ഇത് അങ്ങേയറ്റം പോവുകയില്ലെന്ന് പറഞ്ഞു. തുടക്കത്തിൽ നമുക്ക് 100 ദിവസമാണ് അനുവദിച്ചതെങ്കിലും പിന്നീട് നമുക്ക് 200 ദിവസമാക്കി 5 വർഷത്തിനുള്ളിൽ 200 ദിവസമാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നു. ഈ 100 ദിവസം തികക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും അത് അനുസരിച്ച് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അഭിപ്രായങ്ങളുമുള്ള പല പഞ്ചായത്തുകളും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. INTUC റീജിയണൽ പ്രസിഡന്റ് G. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ G. രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് CD. ശങ്കർ, KC. ആന്റണി, KV. സോളമൻ, PR. സജീവ്, CV. രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റും പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ കേരള സോണും സംയുക്തമായി ഡോക്ടേഴ്സിനായി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ചേർത്തല NSS കരയോഗം ഹാളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്താൻ IMA ചേർത്തലയ്ക്ക് ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ NSS കരയോഗം ഹാളിൽ സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ 9 മണിക്ക്. പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എക്സസൈസാണ്. അതായത് സ്ക്വാറ്റ്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്. ഈ 3 ഹോളി ട്രിനിറ്റി ഓഫ് മസിൽ ബിൽഡിംഗ് ആണ്. അതായത് മസിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ 3 എക്സസൈസ് മതി എന്നാണ് നമ്മളുടെ എക്സ്പേർട്സിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതൊരു ആനഎറോബിക് എക്സസൈസാണ്. അതായത് എയറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ്, ജോഗിങ് അതൊക്കെ എയറോബിക്കിൽ വരും. പക്ഷേ നമ്മളുടെ ശരീരത്തിന് മസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പ്രായം കൂടുന്തോറും മസിൽസിൻ്റെ ഡെൻസിറ്റി കുറയും, മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഇതെല്ലാം പ്രായം കൂടുന്തോറും നമ്മൾ പറയും ജിമ്മിൽ പോകണ്ട, വെയിറ്റ് എടുക്കണ്ട. അതൊന്നുമല്ല, നമ്മളെപ്പോഴും ജിമ്മിൽ പോകണം, വെയിറ്റ് എടുക്കണം. എന്നാലും മസിൽസിൻ്റെ ആ സ്ട്രെങ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. IMA ചേർത്തല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാർ പങ്കെടുക്കും. രാവിലെ 9-ന് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ അവാർഡുകൾ വിതരണം ചെയ്യും. IMA ചേർത്തല സെക്രട്ടറി ഡോക്ടർ അരുൺ G. നായർ, ചേർത്തല വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആരുഷ്, മുൻ പ്രസിഡന്റ് ഡോക്ടർ ശൈലമ്മ, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മുൻ പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് KS എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം BRC ചേർത്തലയുടെ ആഭിമുഖ്യത്തിൽ യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ക്ലാസ് റൂം പഠന വിഷയങ്ങളുടെ ഇന്റർ ഡിസിപ്ലിനറി സമീപനങ്ങളിലൂടെ ശാസ്ത്രീയമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ BRCകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല BRC പരിധിയിലെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്കായി പ്രൊജക്ട് അധിഷ്ഠിത പഠന പ്രവർത്തനം ആരംഭിക്കുന്നു. UP വിഭാഗത്തിൽ ചേർത്തല പ്രദേശത്ത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട മന്ദരോഗവുമായി ബന്ധപ്പെട്ട സർവേ പഠനം എന്ന വിഷയത്തിലും ഹൈസ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പരിസരത്ത് സ്പീഡോമീറ്റർ സ്ഥാപിച്ചുകൊണ്ടുള്ള വാഹന വേഗത നിയന്ത്രണം, കുട്ടികളിൽ അകാലനര എന്നീ വിഷയങ്ങളിലുമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതിനു മുന്നോടിയായി ചേർത്തല BRC ഹാളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി നടന്ന ശില്പശാല മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നു, അകാല നര എന്നുള്ളതാണ് പറഞ്ഞത്. അകാലം നരക്കാനുള്ള കാലം എത്തുന്നതിന് മുമ്പേ നരയ്ക്കുക. സാധാരണ നരയ്ക്കുക എന്നുള്ള പ്രായം എത്തുമ്പോൾ നരയ്ക്കുകയാണ്. അപ്പോൾ അത് ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഇത്തരം ഒരു BRC ചേർത്തല ആഹ്വാനത്തിൽ ഒരു ക്ലാസ് റൂം പഠന വിഷയങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ചില പ്രശ്നങ്ങളെ എഴുതുകയും എങ്ങനെയാണ് ശാസ്ത്രീയ പരിഹാരം എങ്ങനെയെന്നുള്ളത് അതിനുള്ളൊരു യോഗം ചെയ്യുന്നത്. ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള യോഗങ്ങൾ സാധാരണ മുതിർന്നവർ പങ്കെടുക്കുന്ന യോഗങ്ങളാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കൂടി പങ്കെടുക്കുന്ന യോഗം ചെയ്യുന്നത്. നിങ്ങൾക്കും ഒരു കാര്യത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഭാഗമാകുമ്പോൾ സാധാരണ പാഠപുസ്തകം പഠിക്കുന്ന അപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക. മുതിർന്ന ആൾക്കാരല്ലേ ബാക്കിയെല്ലാം ഇരിക്കുന്നത്. ഇതിനകത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അവിടുന്ന് ആളുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുണ്ട്, അധ്യാപകർ കൂടുന്ന ആളുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ള ആളുകളോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാവുന്നു. ഒരു വലിയ കാര്യമാണ് കേട്ടോ. നിങ്ങൾ പങ്കാളിയായിരിക്കുന്ന ചെറിയൊരു മീറ്റിങ്ങിലല്ല, ഒരു വലിയ മീറ്റിങ്ങിൽ പങ്കാളിയായിരിക്കുകയാണ്. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. BRC BPC സൽമോൻ, മേരി ദയ, ജിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു.
ചേർത്തല NSS കോളേജിലെ PG എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണവും സ്മാർട്ട് അഗ്രികൾച്ചറും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി പള്ളിപ്പുറം NSS കോളേജിൽ നടന്ന സെമിനാറിൽ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് കൃഷി ഓഫീസർ അശ്വതി വിശ്വനാഥൻ ക്ലാസ് നയിച്ചു. കൃത്യമായ അളവിൽ മാത്രമേ വെള്ളം കിട്ടുന്നു. ഇതുപോലെ തന്നെ ചെയ്തൊരു ഓപ്പൺ പൊസിഷനിൽ നല്ല ഭംഗിയിൽ തക്കാളി പയറൊക്കെ കാഴ്ചവെക്കുന്നതാണ്. നൂതന കൃഷിവിദ്യകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും ഭാവി സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. HOD ഡോക്ടർ രാജീവ് പ്രസാദ് GV സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ അത്ലറ്റിക് മീറ്റിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഒന്നാം വർഷ എക്കണോമിക്സ് വിദ്യാർത്ഥിയായ അക്ഷര അജിത്തിനെ അഭിനന്ദിച്ചു. NCPയിലെ പിളർപ്പിനെ തുടർന്ന് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കുന്നു. NCP സംസ്ഥാന നേതാവായ റജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് ലയിക്കുന്നത്. ലയന സമ്മേളനം സെപ്റ്റംബർ 2 ആലപ്പുഴയിൽ നടക്കും. കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനുള്ള സുപ്രധാനമായ ഒരു തീരുമാനം ആലപ്പുഴ കേന്ദ്രീകരിച്ച് അവർ യോഗം ചേർന്ന് എടുക്കുകയുണ്ടായി. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറും പാർട്ടി നേതാക്കളും പങ്കെടുത്ത യോഗത്തിൽ ആലപ്പുഴ ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് എബ്രഹാമിൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് NCPയിൽ നിന്ന് കടന്നു വരുന്നവരെ ഈ ജില്ലയിലും സ്വീകരിക്കുന്നതിനെക്കുറിച്ചും സ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരെ വിവിധ ജില്ലകളിൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും പാർട്ടി നേതൃത്വം കൂട്ടായി ചർച്ച നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്ന NCPയിൽ നിന്ന് NCP പിളർന്ന് കേരള കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന റജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന എല്ലാ നേതാക്കളെയും സഹപ്രവർത്തകരെയും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള തീരുമാനം പാർട്ടി ചെയർമാൻ P. ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് എടുത്തു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സെപ്റ്റംബർ 2 വൈകിട്ട് 4 ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ലയന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ PJ ജോസഫ് പാർട്ടിയിലേക്ക് എത്തിയവർക്ക് മെമ്പർഷിപ്പ് നൽകുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്ന് NCP വിട്ടെത്തുന്ന നേതാക്കളെയും പ്രവർത്തകരെയും സ്വീകരിക്കും. യോഗത്തിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, അഡ്വക്കേറ്റ് ജോയി എബ്രഹാം, തോമസ് ഉണ്ണിയാടൻ എന്നിവർ പങ്കെടുക്കും. ആലപ്പുഴ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും നടക്കും. വാർത്താസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, നേതാക്കളായ തോമസ് M. മാത്തുണ്ണി, റോയി ഉരുവേലിൽ, സിറിയക്കാവിൽ, വർഗീസ് എബ്രഹാം, ജെയിംസ് ജോൺ, അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, തിരുപുരം ഗോപൻ തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്ത. പാണാവള്ളി 1-ാം വാർഡിൽ കുളത്തല വീട്ടിൽ വിശാലാക്ഷിയമ്മ നിര്യാതയായി. CPM മുൻ ഏരിയ സെക്രട്ടറി പരേതനായ K. രാജപ്പൻ നായരുടെ മാതാവാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന്റെ 3-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മഹാരാഷ്ട്രയിലെ പൽഗാർ ജില്ലയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ മാർഗം ഉദ്ഘാടനം ചെയ്തു. മുകേഷിന്റെ രാജി വിഷയത്തിൽ ആനി രാജിയെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ CPI നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. എന്നാൽ CPIയെയും CPMനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കേണ്ടെന്നും ബിനോയ് വിശ്വം. 2ാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സീരിയലായി കുടുംബശ്രീ ശാരദയെയും നടനായി ഹൃദിനെയും നടിയായി ഐശ്വര്യ രാംസായിയെയും തിരഞ്ഞെടുത്തു. ടെലിവിഷൻ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 അവാർഡുകൾ. അരൂരിൽ വാഹനാപകടം. അരൂർ ക്ഷേത്രം കവലയിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മധ്യവയസ്കയ്ക്ക് ദാരുണാന്ത്യം. എഴുപുന്ന അർച്ചനാ ഭവനിൽ മല്ലികയാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.